ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ മണലാർക്കാവ് അമ്പലത്തിലെ വേല. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോണേ. അപ്പം ദാ രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ പൂക്കാവടിയൊക്കെ ദാ റോട്ടിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. ബാക്കി കൊട്ടും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പൂക്കാവടികളൊക്കെ വെറൈറ്റി ആയിരുന്നു. സ്പൈഡർമാൻ്റെ ഫോട്ടോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ദാ അവിടെ കുറേ വേഷങ്ങൾ നിൽക്കുന്നുണ്ട്, നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കൊട്ട് കേട്ടാലോ. പിന്നെ ദാ വേഷങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. നല്ല രസമല്ലേ? എല്ലാ വേഷങ്ങളും കാണാൻ നല്ല രസമാണ്. എന്ത് ഭംഗിയാലേ കാണാൻ. അവരുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. പല ദേവീ ദേവന്മാരുടെ വേഷങ്ങളാണ് കേട്ടോ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദാ നരസിംഹ വേഷമായിരുന്നു ദാ അവർ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ദാ ബാക്കിൽ കുറേ പേരുടെ വേഷം കെട്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ദാ ലാസ്റ്റ് വന്നതാണ് മുരുകൻ്റെ വേഷമായിരുന്നു. പിന്നെ ദാ അവിടെ അമ്പലക്കാവടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതാ നല്ല ഭംഗിയുള്ള രസമുള്ള കുറച്ച് വേഷങ്ങളാണ്. ഇതാ ശിവന്റെയും മുരുകന്റെയും ഗണപതിയുടെയും കാളിയുടെയും രാധയുടെ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എന്ത് രസമാണ് കാണാൻ. അവരവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ദാ സൈഡിൽ പൂക്കാവടി ചാരി വെച്ചിരിക്കണു. പിന്നെ ദാ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ദാ ആൾക്കാർ നിരനിരയായിട്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ ദാ ആനേനൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ അവർ. നെറ്റിപ്പട്ടവും തിടമ്പൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ 3 ആനകളെയാണ് കേട്ടോ കണ്ടേ. പോകണ വഴിയിലൊക്കെ ദാ കാവടികൾ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ദാ അമ്പലക്കാവടികളൊക്കെ അങ്ങനെ നിൽക്കണു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫുൾ ഓഫ് എനർജിയാണ് ഗൈസ്. കുറേ കാവടികൾ നിരനിരയായിട്ട് നിൽക്കണു. ചെണ്ട കൊട്ടുന്ന ആൾക്കാരൊക്കെ ഫുൾ ഓഫ് എനർജിയാണ്. ഓരോ കാവടികൾ എന്ത് രസാന്നറിയോ. പല നിറത്തില് എന്ത് രസം തിളങ്ങിയിരുന്നു ആ വെയിലത്ത്. അതൊക്കെ ഇങ്ങനെ കറങ്ങട് കാണാൻ എന്ത് രസാന്നറിയോ. അടുത്തത് ഇതാ നമ്മുടെ അമ്പലക്കാവടിയാണ്. പല നീളത്തില് ചെറുതും വലുതും അങ്ങനെ കുറേ കാവടികൾ. അങ്ങനെ ആ കാവടികളൊക്കെ നടന്നു പോവാണ്. അല്ല, കാവടികളല്ല, കാവടികളെയും ഏറ്റി പിടിച്ച് ആൾക്കാരങ്ങനെ നടന്നു പോവാണ്. അവര് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. വെയിലൊക്കെയാണ്. അതും കൂടാതെ തന്നെ അവിടെ ഇങ്ങനെ പൊടി പറക്കാണ് കേട്ടാ. പിന്നെ ദാ അവര് കുറച്ച് നീങ്ങിയ ശേഷം ദാ അവരവിടെ കിടന്നും തിരിയുന്നുണ്ടായിരുന്നു. ബട്ടർഫ്ലൈയുടെ ഒക്കെ ഷേപ്പിലുള്ള കാവടികളായിരുന്നു കേട്ടാ. ഇത് ദാ അമ്പലത്തിന്റെ ഉള്ളിലാണ് കേട്ടാ. ഇത് വേറെ കാവടിയാണ്. വലിയ കാവടി. നല്ല വെയിലായിരുന്നു. അപ്പൊ ഞാൻ തണലത്ത് നിന്നിട്ടാണ് കേട്ടാ കാണണ്ടായിരുന്നെ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്പലത്തിന്റെ ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ആ ഭാഗത്ത് കൂടെ എന്താ നമ്മുടെ കാവടികളൊക്കെ വരുന്നുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ പോവാണ്. എല്ലാം ഡിഫറെന്റ് കാവടിയായിരുന്നു. ഓരോ കാവടിയും കാണാൻ എന്ത് ഭംഗിയാന്നറിയോ. ദാ കാവടികളൊക്കെ കടത്തിയിട്ട് കൊണ്ടുപോവാണ് ഗൈസ്. ദാ ഒരു ഡിഫറെന്റ് കാവടി, മയിലിന്റെ തീമൊക്കെ ഉള്ളായിരുന്നത്. ദാ ഓരോ കാവടി അവരെടുത്തോണ്ട് കൊണ്ടുപോവാണ്. ദാ ഗൈസ് ഒരു സ്പൈഡർമാനിന്റെ കാവടി. അടുത്തതാ നമ്മുടെ കാവടികൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഗൈസ്. നല്ല രസമല്ലേ കാണാൻ. അവരുടെ മേലെ എന്തോ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ തിരിയണ കാണാൻ നല്ല രസമാണ്. ഇതിങ്ങനെ ഇവിടെ കുറച്ച് പേര് കളിക്കും, പിന്നെ ഇതിൻ്റെ മുമ്പിലായിട്ട് കുറച്ച് പേര് കളിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദാ നമ്മൾ നേരത്തെ കണ്ട വേഷക്കാർ വന്നിട്ടുള്ളത്. ഗണപതിയുടെയും മുരുകൻ്റെ ഒക്കെ വേഷം വന്നിട്ടുണ്ട്. അവർ ഡാൻസ് കളിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ദാ ഞങ്ങൾ ഈ സൈഡിലേക്ക് വന്നു. ഈ സൈഡിൽ നിന്ന് കാണാൻ എന്തോ രസമല്ലേ.
ഇങ്ങനത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണണേ. ഓരോരോ ടീം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരും, കുറച്ച് അവിടെ കളിക്കും, പിന്നെ കുറച്ച് നടന്ന് വന്നിട്ട് അവിടെ നിന്ന് കളിക്കും. അങ്ങനെ ഇവർ കളിച്ച് കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അതാ ഗൈസ് അവിടെ റെഡ് ഡ്രസ്സിലിട്ടുള്ള കാളിയുടെ വേഷം. ഞാനും അച്ഛനും മാത്രമാണ് കേട്ടോ പോയിണ്ടായിരുന്നേ. ദാ ചെണ്ടകൊട്ടുകാര് ഫുൾ ഓഫ് എനർജി. ഗൈസ് കാവടികൾ പോണു ഗൈസ്, തിളങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തും തിരിയുന്നുണ്ട്, പിന്നെ അവിടെ ഫ്രണ്ടിലും നിന്ന് തിരിയുന്നുണ്ട്. ഗൈസ് മൾട്ടിപ്പിൾ കാവടി, പകുതി ഭാഗം റെഡും പിന്നെ പകുതി ഭാഗം പച്ചയും, പിന്നെ ഇതാ പൂമ്പാറ്റയ്ക്ക് ഒരു തീമുള്ളതാ ബ്ലാക്ക് കളറിലൊരു കാവടി, ഗോൾഡ് കളറുള്ള കാവടിയോ. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഇതാ ഒരു താമരയുടെ കാവടി, നല്ല രസമല്ലേ അത് കാണാൻ, എന്ത് ഭംഗിയല്ലേ ഓരോ കാവടിയും കാണാൻ. വേറെ ടീം വന്നു, ഇതാ പല നിറത്തിലുള്ള കാവടി, പിന്നെ ഇതാ അമ്പലക്കാവടികൾ നടന്ന് നടന്ന് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊട്ടിന്റെ ശബ്ദം കേട്ടത് ഒരാൾ കളിക്കുന്നത്. എല്ലാ കാവടി ഇങ്ങനെ നിരന്ന് നിരന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. പിന്നെ അതാ ഒരു അമ്പലക്കാവടി, അത് നല്ല ഹൈറ്റാണ് ഗൈസ്. അതിൻ്റെ ടോപ്പിലായിട്ട് എന്തോ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഹൈറ്റ് കാരണം അത് വെച്ചിട്ട് നമുക്ക് നടക്കാനോ തിരിയാനോ ഒന്നും പറ്റില്ല. ഹൈറ്റ് കൂടുക കാരണം ആ കുരുത്തോല പന്തലിൻ്റെ അവിടെ കൊള്ളുക കാരണം ശരിക്കും നടക്കാനോ ഒന്നും പറ്റില്ല, കൺട്രോൾ പോവും. അപ്പോൾ ആ കാവടി അങ്ങനെ നിൽക്കുകയായിരുന്നു ചെയ്തേ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇത്രേ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇവിടെ ഇനിയും വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ വേണ്ടി നിന്നില്ല. അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.